ചിത്രം മാർക്കോ വേറെ ലെവലായിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ഉണ്ണിമുകുന്ദന്റെ മാർക്കോ. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ചിത്രം ഹിന്ദിയിലും സൂപ്പർ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. യാത്ര തുടർന്നാൽ ചിത്രം ഉറപ്പാണ് 100 കോടിയല്ല 1000 കോടി അടിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. കാരണം ഹിന്ദിയിലും കേരളത്തിലും വിജയക്കൊടി പാറിച്ച മാർക്കോയുടെ തമിഴ് പതിപ്പും തെലുങ്ക് പതിപ്പും ഉടൻ തന്നെ പുറത്തിറങ്ങുകയാണ്. അത് രണ്ടും മികച്ച കളക്ഷൻ കൊയ്യുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെയും പ്രതികരണം. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റു. മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ പ്രേക്ഷക പ്രശംസ നേടിയ വിഷയം തന്നെയാണ്. യുവാക്കൾ മാത്രമല്ല കുടുംബാംഗങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പുതുതായി ഇറങ്ങിയ സിനിമകളെയെല്ലാം വെട്ടിമാറ്റിയാണ് മാർക്കോ കുതിക്കുന്നത്. ആദ്യം 34 സ്ക്രീനുകളിൽ മാത്രം പ്രദർശനം ആരംഭിച്ച മാർക്കോ ആദ്യ ദിവസം 1 ലക്ഷമായിരുന്നു കളക്ഷൻ സ്വന്തമാക്കിയത്. കളക്ഷൻ കോടികളിലേക്ക് എത്തിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ താരം എന്ന നിലയിലേക്കുള്ള ഉണ്ണിമുകുന്ദന്റെ വളർച്ച തന്നെയാണ് മാർക്കോയുടെ ഞെട്ടിപ്പിക്കുന്ന വിജയം. സിനിമ റിലീസായി 2 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 73 കോടി രൂപയ്ക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ മാർക്കോ സ്വന്തമായിരിക്കുന്നത്. മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായും ഉണ്ണിമുകുന്ദന്റെ മാർക്കോ മാറിക്കഴിഞ്ഞു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച് മുന്നേറുന്ന മാർക്കോ ഇനി OTT-യിലും കാണാം. അധികം വൈകാതെ ചിത്രം OTT-യിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി അവസാന വാരമോ ഫെബ്രുവരി ആദ്യമോ മാർക്കോ പ്രമുഖ OTT-യിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.